ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ലാസ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും കാണിച്ചത് കിരൺ മനോഹറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമായിരുന്നു. മനോഹർ പറയുന്നുണ്ട്, സാറ് സൂക്ഷിക്കണം, കല്യാണി മേടത്തൊടുത്തും സൂക്ഷിക്കാൻ വേണ്ടി പറയണം. പിന്നെ കാർത്തിക ചേച്ചിയും ലക്ഷ്മി നിങ്ങൾ 4 പേരാണ് സാർ സൂക്ഷിക്കേണ്ടത്. ഞാൻ ഗംഗയുടെ തലക്കടിച്ചുകൊണ്ട് എന്നോട് അവൾക്ക് ശത്രുതയൊക്കെ കാണുമെങ്കിലും അവളുടെ ലിസ്റ്റിൽ ആദ്യത്തെ പേര് കാർത്തികൻ ലക്ഷ്മി അമ്മയും തന്നെയായിരിക്കും. അവര് കാരണമാണല്ലോ ഗംഗ ഇവിടെ വന്നിട്ട് ഈ ഒരു അവസ്ഥയിലായത്. അതുകൊണ്ട് കാർത്തികയെടുത്തും ലക്ഷ്മി അമ്മയടുത്തൊക്കെ ജാഗ്രതയായിട്ടിരിക്കാൻ പറയണം എന്ന് പറയുമ്പോൾ കിരൺ പറയണ്ടടാ, അതൊക്കെ ഞാൻ വേണ്ട പോലെ നോക്കിക്കോളാടാ. അതല്ല സാറേ, അവന് ഒരുപാട് ഫാൻസ് ഉണ്ട് തമിഴ്നാട്ടിലെ. ഇനി അവരെങ്ങാനും ഇടിച്ചു തുള്ളി ഇങ്ങോട്ട് വരുമോന്ന് അറിയില്ലല്ലോ സാറേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായടാ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിരൺ അവിടുന്ന് പോവാട്ടോ. മനോഹരനാണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന വിക്രത്തിനെയാണ്. വിക്രം അങ്ങനെ പരോളിന് വേണ്ടിയിട്ട് വീട്ടിൽ തിരിച്ചു വന്നിരിക്കുക കേട്ടോ. അപ്പൊ വിക്രത്തിന് വീടും കൂടും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വിക്രം ആദ്യം പോണത് നമ്മുടെ സരയുവിന്റെ അടുത്തേക്കാണ്. കാരണം സരയു ഇപ്പൊ മനസ്സ് മാറി വന്ന കാര്യമൊക്കെ നമ്മുടെ രാഹുൽ പറഞ്ഞ് വിക്രത്തിനെ നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് തന്നെ സരയുവിനെ ഫോൺ വിളിക്കുകയാണ്. എനിക്ക് സരയു നിന്നെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ, അതിനെന്താ, ഞാനിപ്പോ എൻ്റെ സ്വന്തം അമ്മയുടെ വീട്ടിലായിരിക്കണത്, അമ്മയുടെ വീട്ടിലേക്ക് നീ വന്നോ എന്ന് പറയുമ്പോൾ, ഓ ആ താരാൻ്റെ അല്ലേ, അവര് കിരണിന്റെ കല്യാണിന്റെ കൂടുള്ളവരല്ലേ, അവര് എന്തായാലും ഞാൻ വന്ന കാര്യം പോയി പറഞ്ഞു കൊടുക്കും. ഇല്ലടാ, എൻ്റെ അമ്മയല്ലേ, എന്നെ ഒറ്റിക്കൊടുക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യില്ല, അതെനിക്ക് നല്ല വിശ്വാസമാണ്, നീ ഇങ്ങോട്ടേക്ക് പോന്നേക്കും, ഒരു കുഴപ്പമില്ല എന്ന് പറയണം. അങ്ങനെ വിക്രം നേരെ പോണത് നമ്മുടെ താരയുടെ വീട്ടിലേക്കാട്ടോ. വിക്രം ബെല്ലടിക്കുമ്പോഴേക്കും താരയാണ് വാതിൽ തുറക്കണത്. താരക്ക് ദേഷ്യം കൊണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. നീ എന്തിനാ ഇവിടെ വന്നത് എന്ന രീതിയിൽ. അതെ, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതല്ല, സരയു വിളിച്ചു വരുത്തിയതാണ് എന്ന് പറയുമ്പോഴത്തേക്കും സരയു അങ്ങോട്ടേക്ക് വരുവാണ്. ആഹാ വിക്രം, നീ വന്നോ, ആ കേറി വാടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. വിക്രം അകത്തേക്ക് കയറുന്നുണ്ട്. ആ സമയത്ത് സരയു അമ്മ എടുത്ത് പറയണ്ട, അമ്മ വിക്രത്തിന് ചായയോ കാപ്പിയോ എന്താണ് വേണ്ടത്? ഓ എനിക്ക് നല്ല വിശപ്പുണ്ട് സരയു, എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ കഴിക്കാൻ എടുത്തു വെക്കാൻ പറ. അമ്മേ കഴിക്കാനുള്ളത് എടുത്തു വെച്ചോട്ടോ, ഞാനും കഴിക്കാൻ വേണ്ടി പോവാണ്. എടാ വിക്രം നീ വാടാ എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് കൊണ്ടുപോവാണ് നമ്മുടെ സരയു. നമ്മുടെ വിക്രത്തിനെ കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോവാട്ടെ. താരക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കിരണിനോടും കല്യാണം എടുത്ത് പറയണമെന്നുണ്ട്. പക്ഷെ തൻ്റെ മോള് തന്നെ വിട്ടു പോകുമെന്നുള്ള ടെൻഷനിലാണ് നമ്മുടെ താര ഒന്നും പറയാതിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ താര എല്ലാം സഹിച്ച് അവിടെ നിൽക്കുകയാണ്. വിക്രം സരയുവിനോട് പറയുന്നുണ്ട്, സരയു നിന്റെ അച്ഛൻ അവസാന നിമിഷത്തിനോട് പറഞ്ഞ് നീ മനസ്സ് മാറി ഇപ്പോൾ കിരണിനെ വിവാഹം കഴിക്കാൻ വേണ്ടി കിരണിനെ ആഗ്രഹിച്ചു, കിരണിനെ പ്രണയിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞതുകൊണ്ടിട്ടാണ് ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നത്. എന്താ അങ്ങനെയൊക്കെ തന്നെയല്ലേ, നീ കിരണിനെ വിവാഹം കഴിക്കാൻ വേണ്ടി കല്യാണിനെ വെറുക്കുന്നുണ്ടല്ലോ അല്ലെ? തീർച്ചയായിട്ടും ഞാൻ അവള് മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പക്ഷെ എൻ്റെ അച്ഛൻ അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് കത്തി വെച്ച് വയറ്റിൽ കുത്തിയത്. പക്ഷെ അവള് രക്ഷപ്പെട്ടു, എൻ്റെ അച്ഛൻ മരിച്ചുപോയി. നിന്റെ അച്ഛൻ മരിച്ചു പോയതല്ലോ, നിന്റെ അച്ഛനെ കൊന്നതല്ലേ ആ കിരണും ആ കാട്ടിലുള്ളവനും പിന്നെ ആ രതീഷ് അളിയനും കൂടിയിട്ട്. അതേടാ, എൻ്റെ അച്ഛനെ കൊന്ന രതീഷ് അളിയനും കൂടി ചേർന്ന് രാഹുൽ അങ്കിളിനെ കൊന്നതാണെന്ന് ആർക്കാ സരയു അറിയാൻ പാടാത്തത്? എനിക്കറിയാടാ, പക്ഷെ എനിക്കതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അല്ല ഷാരിഖാന്റെ അടുത്ത് പറയാൻ പാടില്ല ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ, കേസ് എങ്ങനെ അന്വേഷിക്കുകയാണെങ്കിൽ കിരണൊക്കെ കുടുങ്ങുമെന്ന് ഉറപ്പാണല്ലോ. എടാ കിരണെ കൊടുക്കാനായിട്ട് എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ലേ, എനിക്ക് അവനെ വേണോളാ, അവൻ എന്റെ സ്വത്ത് തന്നെയാണ്, എനിക്ക് വേണം അവനെ, എനിക്ക് വിവാഹം കഴിക്കണം അവനെ എന്ന് പറയാണ്. ശരി ഞാൻ നിന്റെ കൂടെ നിൽക്കാം, എനിക്കല്ലെങ്കിൽ കിരണിനോടെക്കാളും ശത്രുത കല്യാണി അടുത്താണ്, അവള് തീർന്നാ മതി എനിക്ക്. പിന്നെ കാർത്തിക എന്ന് പറഞ്ഞ ആ എരണം കെട്ടവളും, അവർ രണ്ടുപേരും തീർന്ന കാര്യം എനിക്ക് സമാധാനവും. സരിയു പറയണ്ട്, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് കല്യാണിനെയും കാർത്തികനെ ഇല്ലാതാക്കാം, ആദ്യം കല്യാണിനെ വേണം ഇല്ലാതാക്കാൻ എന്ന് വിക്രം പറയുമ്പോൾ, അതേടാ അത് തന്നെയാ വേണ്ടത്, കല്യാണിനെ നീ ഇല്ലാതാക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ടി കാർത്തികനെ ഞാൻ ഇല്ലാതാക്കാം എന്ന് സരയു പറയാണ്. എങ്കിൽ നമുക്ക് ഈ രണ്ടുപേരും കൈ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് കൈ കൊടുത്ത് ഒന്നാവാട്ടോ. താരക്കാണെങ്കിൽ ദേഷ്യം വരുവാണ്. സരയു മുകളിൽ നിന്ന് വിക്രത്തിനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് താരെടുത്ത് പറയണ്ടത്, നോക്കിക്കേ വിക്രം ഇവിടെ വന്ന കാര്യം അമ്മയുടെ വായി നിന്നിട്ട് ആരും അറിയാൻ പാടില്ല, കേട്ടല്ലോ, അമ്മ ആരോടും പറയാൻ പാടില്ല എന്ന് മനസ്സിലായോ? എങ്ങാനും ആർക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മക്ക് ഈ മോളെ കാണാൻ പറ്റില്ല. നിങ്ങൾ മുമ്പത്തെ പോലെ മോളെ സ്നേഹത്തിന് വേണ്ടി അലഞ്ഞു നടക്കുന്ന അമ്മേനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കാം, ഒരിക്കലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല, നിങ്ങൾ അമ്മാന്ന് വിളിക്കൂല, പിന്നെ ഈ മോള് ചത്തത് നിങ്ങൾ കൂട്ടിക്കോ, എനിക്ക് കിരണിനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ചത്ത് കളയും, പിന്നെ നിങ്ങളുടെ മോള് ജീവനോടെ ഉണ്ടാവില്ല. താര ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ വിക്രം പറയണ്ടേ, ഇവര് ചതിക്കോ സരയു? ഇല്ലടാ, എന്റെ അമ്മയില്ലേ, എനിക്കറിയാം അവരൊരിക്കലും ചതിക്കത്തൊന്നുമില്ല, അവർക്ക് ഞാൻ വെച്ചാൽ ജീവനാണ്, എന്നിനി കൈവിട്ട് കളയാൻ അവർക്കാവില്ല, അതുകൊണ്ട് അവരൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. നിനക്കിപ്പോ വേറെ സ്ഥലമൊന്നുമില്ലല്ലോ ഒളിവിൽ താമസിക്കാനായിട്ട്, നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ നിന്നോടാ. ഇവിടെയോ?
കിരണാരിന് വന്ന പ്രശ്നമാവില്ലേ, നീ ഇവിടെ നിന്നോ, നമുക്ക് 2 ദിവസം പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്ന് പറയണം. അങ്ങനെ വിക്രത്തിന് അവിടെ ഒരു ഒളിച്ചു നിൽക്കേണ്ട ഒരു സംഭവം ഒരുക്കി കൊടുക്കാണ് സരയു. അതേസമയം നമ്മുടെ സ്റ്റെഫി ആണെങ്കിൽ ചെന്നൈയിലുള്ള ഒരു 5-6 ഗുണ്ടകളെയും കൂടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരുടെ ബൈക്കിന് പുറകെ കയറിയിട്ട് ഈ ഊരുദണ്ഡലാണ് കേട്ടോ കാർത്തികയും ലക്ഷ്മിയമ്മയും കിരണും കല്യാണിയും പുറത്തിറങ്ങുകയാണെങ്കിൽ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസമായിട്ട് നടന്നിട്ടും ഒന്നും കിട്ടുന്നില്ല. പിന്നീട് സ്റ്റെഫി വിചാരിക്കുകയാണ്, ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ ഊരുദണ്ഡ് നടക്കണേക്കാളും നല്ലത് നേരെ പോയിട്ട് കല്യാണിന്റെ കിരണിന്റെ വീട്ടിലേക്ക് നേരെ പോയിട്ട് കല്യാണിനെ കൊല്ലണതല്ലേ നല്ലത്, കിരണിനെ കൊല്ലണല്ലേ നല്ലത് എന്നിങ്ങനെ വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റെഫി എന്താ ചെയ്യാന്ന് വെച്ചാൽ നേരെ പോകുന്നത് കിരണിന്റെയും കല്യാണിന്റെയും വീട്ടിലേക്കാട്ടോ, അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് കിരണ് കല്യാണിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കിരണും കല്യാണും കൂടി യാത്രകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് സ്റ്റെഫി വരുന്നത്. സ്റ്റെഫി ആണെന്നുണ്ടെങ്കിൽ വന്നിട്ട് കിരണിനെയും കല്യാണം ഒരുമിച്ച് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റെഫി വരുന്നത് കേട്ടോ. ആ ഭാഗം പ്രൊമോയില് കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സ്റ്റെഫിയും കൂടി സരയുവിന്റെയും അതുപോലെ തന്നെ നമ്മുടെ വിക്രത്തിന്റെയും കൂടെ കൂടുന്നുണ്ട്. വിക്രത്തിന്റെയും സരയുവിന്റെയും കൂടെ കൂടിയതിനു ശേഷം അവര് 3 പേരും കൂടിയിട്ടാണ് പിന്നെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്. ലക്ഷ്മിയമ്മേനെയും അതുപോലെ തന്നെ നമ്മുടെ കാർത്തികേനെയും പിന്നെ കിരണിനെയും കല്യാണിനെയും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവര് ഒരുമിച്ച് 3 പേരും കൂടി ചേർന്നിട്ടാണ് പിന്നീട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം കേട്ടോ. അവര് 3 പേരും കൂടി ചേർന്നിട്ട് കിരണിനെയും കല്യാണിനെയാണ് ആദ്യം ഇല്ലാതാക്കാൻ വേണ്ടി പോണത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വിക്രം തന്റെ പെങ്ങന്മാരെ ഇല്ലാതാക്കാൻ നോക്കുമ്പോ പ്രകാശനാണ് അതിൽ ഇടപെടാൻ വേണ്ടി പോണത്. പ്രകാശൻ തീർച്ചയായിട്ടും വിക്രത്തിനെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും, അത് ഉറപ്പാണ്. പിന്നെ സരയു ഇതിലുണ്ടെന്നുള്ളത് കിരൺ എന്തായാലും ഉറപ്പിക്കാനുള്ള അവസരം സരയു തന്നെ കൊടുക്കുകയാണ്. കാരണം വെച്ചാല് സരയു വിക്രത്തിന് പരോളിലിറങ്ങിയ വിക്രത്തിനെ കണ്ടതും അതുപോലെ തന്നെ സ്റ്റെഫി ആയിട്ട് കൂട്ടുകൂടാൻ പോണതും ഒക്കെ കിരണും കല്യാണിയും മനസ്സിലാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അവസാനത്തെ 3 ശത്രുക്കളാണ് സരയും സ്റ്റെഫിയും അതുപോലെ തന്നെ വിക്രവും. ഇവരുടെ 3 പേരുടെ അന്ത്യം കിരണിന്റെയും കല്യാണിന്റെയും കൈകൾ കൊണ്ടിട്ട് തന്നെയായിരിക്കും. പിന്നെ പ്രകാശൻ ജയിലിൽ പോകുന്ന വെച്ചാൽ ജയിലിൽ പോയിരിക്കും കേട്ടോ, അത് ഉറപ്പുള്ള കാര്യമാണ്. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി, ഗംഗപ്രസാദിന്റെ മരണത്തെ ബന്ധിച്ചിട്ടല്ല നമ്മുടെ പ്രകാശൻ ജയിലിലേക്ക് പോകാൻ പോണത്. പെൺപിള്ളേരെ രക്ഷിക്കാൻ വേണ്ടി വിക്രം എന്ന മകനെ കൊന്നിട്ടാണ് പ്രകാശൻ ഇനി ജയിലിലേക്ക് പോകാൻ പോണത്. എന്തായാലും പ്രകാശൻ ജയിലിലേക്ക് പോകുന്ന ക്ലൈമാക്സ് പ്രൊമോയിൽ അവർ പറയുന്നുണ്ടല്ലോ. ആ സ്ഥിതിക്ക് പ്രകാശൻ ജയിലിൽ പോകുക തന്നെ ചെയ്യും. എന്തായാലും വിക്രത്തിന്റെ കുഴി വിക്രം തന്നെയാണ് വെട്ടാൻ പോകുന്നത്. സരയു അതിൽ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ട് ഊരി പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ വിക്രത്തിന് അങ്ങനെ പെട്ടെന്നൊന്നും ഊരി പോരാൻ സാധിക്കില്ല. അങ്ങനെ പൊന്നോമനയായിട്ട് വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചവൻ അച്ഛന്റെ കൈകൾ കൊണ്ട് തന്നെ മരിക്കാൻ പോണ ഭാഗം കൂടിയായിട്ടാണ് നമ്മൾ ക്ലൈമാക്സിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അത് മാത്രല്ല ഇതിനെല്ലാത്തിനും പിന്നിൽ സരയു ആണെന്നുള്ള മഹാസത്യം കൂടി കിരൺ മനസ്സിലാക്കാൻ പോവാണ്. കിരൺ സരയുവിനെ അംഗീകരിക്കൂല പ്രണയിക്കുന്നുമില്ലെന്ന് മനസ്സിലാക്കുന്ന സരയു എന്തായാലും ഭ്രാന്ത് പിടിച്ചു. ഒരു പ്രാവശ്യം ഭ്രാന്ത് പിടിച്ച് മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നത് കൊണ്ട് തന്നെ സരയുവിനെ വീണ്ടും മെന്റലായിട്ട് ഹോസ്പിറ്റലിൽ കയറാൻ എല്ലാ ചാൻസും കാണുന്നുണ്ടോ. കാരണം കിരൺ എന്തായാലും സരയുവിനെ കെട്ടില്ല, അത് സരയുവിനെ അറിയാൻ പാടില്ലാത്തോണ്ട്. സരയു അത് അറിഞ്ഞു കഴിഞ്ഞാൽ സരയുവിനെ വീണ്ടും മെന്റലായിട്ട് സരയു മെന്റൽ ഹോസ്പിറ്റലാവും. പിന്നീട് ഉള്ളത് മനോഹറാണ്. അതെ, മനോഹറിന് ഇനിയിപ്പോ കോടതിയിൽ ഹാജരാക്കുന്ന ഭാഗമാണ് നമ്മൾ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയായിട്ട് കാണാൻ പോണത്. നവീൻ വക്കീല് തന്നെയാണ് മനോഹറിന്റെ ഈ ഒരു കേസും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കോടതിയിലേക്ക് വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നവീൻ വക്കീല് തന്നെ വരുന്നത് കൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ മനോഹറിന് ഇപ്പൊ കുറച്ച് ജയിൽവാസം പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന്റെ കാലാവധി വെട്ടിക്കുറയ്ക്കാനേ ചാൻസ് ഉള്ളൂ. മനോഹർ പുറത്തിറങ്ങാൻ പറ്റില്ലെങ്കിൽ പോലും സരയോ പ്രാന്തിയാകുമ്പോഴേക്കും കുഞ്ഞിന് അച്ഛനോ അമ്മയോ അച്ഛനെന്തായാലും ജയിലിലാണ്, അമ്മയായിട്ട് സരയോ പ്രാന്താശുപത്രിയിലാണ്. അതുകൊണ്ട് തന്നെ അച്ഛനായിട്ടുള്ള മനോഹർ പുറത്തിറങ്ങുക തന്നെ ചെയ്യും. എന്നിട്ട് കുഞ്ഞിനെ നല്ല രീതിയിൽ നോക്കാൻ പോകുന്ന ഭാഗങ്ങളായിരിക്കും നമ്മൾ ക്ലൈമാക്സ് എപ്പിസോഡ്സിൽ കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.